യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ വലിയ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ മോണിറ്റൈസേഷൻ കഴിഞ്ഞ് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലാണെങ്കിലും ശരി, ഈ മോണിറ്റൈസേഷന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവരാണെങ്കിലും ശരി, ഇവർക്കെല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ തംബ്നെയിലിൽ കാണുന്നത് പോലെ അവരുടെ ആഡ്സൻസ് അക്കൗണ്ട് ഗൂഗിൾ ക്ലോസ് ചെയ്ത് കളയുകയാണ്. അതിനോടൊപ്പം അവർക്ക് അവരുടെ മോണിറ്റൈസേഷനും നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അതുപോലെ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയതാണെങ്കിൽ, അതല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടിരിക്കുന്നവരാണെങ്കിലും കൊടുക്കാൻ പോകുന്നവരാണെങ്കിലും ശരി, ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ പ്രശ്നം എന്താണ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നോക്ക്, ഇതൊരാളുടെ യൂട്യൂബ് ചാനൽ അവരുടെ മോണിറ്റൈസേഷന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ബാങ്ക് അക്കൗണ്ട് വരെ കൊടുത്തതിന് ശേഷം അവർക്ക് വന്നിട്ടുള്ളൊരു പ്രശ്നമാണിത്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? സ്റ്റെപ്പ് 2-ൽ എറർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഫിക്സ് യുവർ ആഡ്സൻസ് ഫോർ യൂട്യൂബ് അക്കൗണ്ട്. അവരെന്താണ് ഇവിടെ പറയുന്നത്? യുവർ അസോസിയേറ്റഡ് ആഡ്സൻസ് ഫോർ യൂട്യൂബ് അക്കൗണ്ട് ഈസ് ഡിസേബിൾഡ് ഫോർ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ഓർ അതർ പോളിസി റീസൺസ്. അതായത് നിങ്ങളുടെ ആഡ്സൻസ് അക്കൗണ്ട് ഞങ്ങൾ ഡിസേബിൾ ചെയ്തിരിക്കുന്നു, അതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം കൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കുക, ഇതിനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓരോ ഓപ്ഷൻസും അവരിവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ആഡ്സൻസ് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ, ഇതേപോലെ യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്ലോസ്ഡ് ബൈ ഗൂഗിൾ, ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെയും വേറെ ഒരു കാര്യങ്ങളും ഇവരിവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ആദ്യത്തെ 2 പാരഗ്രാഫിലും നമ്മുടെ ഈ ആഡ്സൻസ് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പായി കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഈ പാരഗ്രാഫിനുള്ളിൽ ബ്ലൂ കളറിൽ അപ്പീൽസ് ഫോം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെതിരെ നമുക്കൊരു അപ്പീൽ കൊടുക്കാവുന്നതാണ്. പക്ഷേ അതിനു മുമ്പായി വീണ്ടും നമ്മളൊന്ന് മുകളിലേക്ക് വന്നേ, ഇവിടെ നോക്കുക, ഇവിടെ നിന്നും ഈ പബ്ലിഷർ ID നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഇനി വീണ്ടും നമ്മൾ താഴേക്ക് വരിക, ഇവിടെ നമ്മൾ ഈ അപ്പീൽസ് ഫോമിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഈ ഒരു ഫോം ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിനെതിരെ ഒരു അപ്പീൽ കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ അപ്പീൽ കൊടുക്കാനായിട്ട് ഏറ്റവും ആദ്യം നെയിം, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് കോൺടാക്റ്റ് ഇമെയിൽ അഡ്രസ്സ്. ഇവിടെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഏത് ജിമെയിലാണോ ഉള്ളത് ആ ഇമെയിൽ ID തന്നെ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് ആഡ്സൻസ് ഓർ ആഡ് മോബ് ലോഗിൻ ഇമെയിൽ. ഇവിടെ നിങ്ങളുടെ ഈ ആഡ്സൻസ് അക്കൗണ്ട് ഏത് ജിമെയിലോട്ടാണോ കണക്റ്റ് ആയിട്ടുള്ളത്, അതായത് ചിലർ ഈ യൂട്യൂബ് ചാനലും ആഡ്സൻസും ഒരേ ജിമെയിൽ ID തന്നെ ആയിരിക്കും, പക്ഷേ മറ്റു ചിലർക്ക് രണ്ടും ഡിഫറൻറ്റ് ഇമെയിൽ ID ആയിരിക്കും. അപ്പോൾ ഈ ആഡ്സൻസിൻ്റെ ഏത് ജിമെയിലാണോ ഉള്ളത് ആ ജിമെയിൽ ID ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് യുവർ ആഡ്സൻസ് പബ്ലിഷർ ID. പബ്ലിഷർ ID നമ്മളിപ്പോൾ കോപ്പി ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്, അത് അതേപോലെ ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ താഴെയുള്ളത് പ്ലീസ് പ്രൊവൈഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതിലൊന്നാമത്തേത് എക്സാമ്പിൾ URLs ഓർ ആപ്പ് IDs വേർ യു ഹാവ് പ്ലേസ്ഡ് യുവർ ആഡ്സ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് ഡിഡ് യു റിസീവ് എ നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് യുവർ അക്കൗണ്ട് ബീയിങ് ഡിസേബിൾഡ്. അതായത് നിങ്ങളുടെ ഈ ആഡ്സൻസ് അക്കൗണ്ട് ഡിസേബിൾ ചെയ്തതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവിടെ യെസ് തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് പ്ലീസ് പ്രൊവൈഡ് us വിത്ത് ഇൻഫർമേഷൻ ആസ് ടു വൈ യുവർ അക്കൗണ്ട് ഷുഡ് ബി റീകൺസിഡേർഡ്. നിങ്ങളുടെ ഈ അക്കൗണ്ട് തിരിച്ചു തരുന്നതിനുള്ള ഒരു കാരണം പറയുക. അപ്പോൾ നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ആ ഒരു രീതിയിൽ നിങ്ങളിവിടെ കാരണം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്ക്, നമ്മുടെ അപ്പീൽ ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഇതിനൊരു ഉത്തരം അവർ തരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കുന്തവും തരത്തില്ല. ഒരുപാട് ആളുകൾ കഴിഞ്ഞ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ചയായിട്ട് ഈ അപ്പീലും കൊടുത്തിട്ട് വെയിറ്റിങ്ങിലാണ്. യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നും ഒരു റെസ്പോൺസും ഇല്ല. ഇതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബിനോട് സംസാരിച്ചതുമാണ്. ഞാൻ അവരോട് പറഞ്ഞതാണ്, ഒന്നെങ്കിൽ നിങ്ങൾ മറ്റൊരു ആഡ്സൻസ് മാറ്റി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ എന്താ. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഈ ആഡ്സൻസ് ക്ലോസ് ആയിരിക്കുന്ന ഈ ആഡ്സൻസ് നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്, ഈ അപ്പീൽ സക്സസ് ആയി ഈ ആഡ്സൻസ് തിരിച്ചു കിട്ടിയാൽ മാത്രമേ മറ്റൊരു ആഡ്സൻസിലേക്ക് മാറ്റി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനൊരു വല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും വന്നെന്ന് വരാതിരിക്കട്ടെ, പക്ഷേ വരാതിരിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ ഇവരിവിടെ പറയുന്ന കാരണമെന്ന് പറയുന്നത് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ഓർ അതർ പോളിസി റീസൺസ്. ഇതെന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ ഒന്നാമത്തേത് സെൽഫ് ക്ലിക്കിംഗ്, അതായത് ക്ലിക്കിംഗ് ഓൺ ആഡ്സ് ഓൺ യുവർ ഓൺ യൂട്യൂബ് വീഡിയോസ്
or artificially viewing or refreshing them to generate a revenue. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം വീഡിയോസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോസിൽ വരുന്ന ആഡ്സ് കാണുക, അത് കണ്ട് അതിലൂടെ നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്വന്തം വീഡിയോസ് നമ്മൾ ഒരിക്കലും ക്ലിക്ക് ചെയ്ത് കാണരുതെന്ന്. പക്ഷേ മോണിറ്റൈസ് ആയതിനു ശേഷം നമ്മൾ നമ്മുടെ സ്വന്തം വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കാണുക എന്ന് പറയുന്നത് വളരെ വലിയ ഡേഞ്ചറസ് ആണ്. കാരണം അതിൽ പരസ്യം കയറി വരും. ആ പരസ്യം നമ്മൾ കണ്ട് അതിലൂടെ റവന്യൂ ജനറേറ്റ് ആവാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നു എന്നാണ് ഈ യൂട്യൂബ് കരുതുന്നത്. ചിലപ്പോൾ നമ്മൾ അബദ്ധത്തിൽ ചെയ്യുന്നതായിരിക്കാം, പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ്സൻസ് അക്കൗണ്ട് യൂട്യൂബ് ക്ലോസ് ചെയ്ത് കളയും. അതിനോടൊപ്പം നിങ്ങളുടെ മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നെ അതിനുവേണ്ടി കാത്തിരുന്ന് നമ്മൾ പടപട അടിക്കേണ്ടി വരും. അത് തിരിച്ചു കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തേത് ആസ്കിങ് ഫോർ ക്ലിക്സ്, അതായത് എൻകറേജിങ് ഫ്രണ്ട്സ്, ഫാമിലി ഓർ വ്യൂവേഴ്സ് ടു ക്ലിക്ക് ഓൺ യുവർ ആഡ്സ്. അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ടും ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടും അതുപോലെ മറ്റ് പല ആളുകളെ കൊണ്ടും നമ്മുടെ വീഡിയോസ് കണ്ട് അവരെ എൻകറേജ് ചെയ്ത് നമ്മുടെ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് ആ പരസ്യം കാണുക. ആ രീതിയിൽ നമുക്ക് ഈ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഇത് യൂട്യൂബിൻ്റെ AI മനസ്സിലാക്കി കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ആഡ്സൻസ് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്ത് കളയും. മൂന്നാമത്തേത് പർച്ചേസിങ് ഫേക്ക് ട്രാഫിക്, അതായത് ബൈയിങ് വ്യൂസ് ഓർ ക്ലിക്സ് ഫ്രം തേർഡ് പാർട്ടി സർവീസസ്, ബോട്ട്സ് ഓർ ക്ലിക്ക് ഫാംസ്. എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് നമ്മുടെ വീഡിയോസിനെ മറ്റുള്ളവരെ കൊണ്ട് കാണിപ്പിച്ച് അതിലൂടെ നമ്മുടെ വരുന്ന ഈ പരസ്യത്തിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതും യൂട്യൂബ് AI മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നിങ്ങളെ എൻകറേജ് ചെയ്യും. ഞങ്ങൾ പൈസ കൂട്ടിത്തരാം, നിങ്ങളുടെ വീഡിയോസ് കാണിപ്പിച്ച് അതിൽ വ്യൂസ് കൂട്ടി അതിൻ്റെ പരസ്യം കണ്ട് പൈസ കൂട്ടിത്തരാം, ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ പോകരുത്. ഇതും യൂട്യൂബിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ്സൻസ് അക്കൗണ്ട് യൂട്യൂബ് ക്ലോസ് ചെയ്യും. നിങ്ങളുടെ മോണിറ്റൈസേഷനും അതിനോടൊപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇനി നാലാമത്തേത് റിലേറ്റഡ് അക്കൗണ്ട്സ്, അതായത് being linked to or associated with another AdSense account that was previously banned for policy violations. അതായത് നിങ്ങൾക്ക് നേരത്തെ മറ്റൊരു ചാനൽ ഉണ്ടായിരുന്നു, അതിൻ്റെ മറ്റൊരു ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ ആഡ്സൻസ് അക്കൗണ്ട് ഇതേപോലെ നിങ്ങൾ വയലേഷൻസ് ഒക്കെ ചെയ്തിട്ട് ഇതേപോലെ ക്ലോസ് ചെയ്തതാണെങ്കിൽ പിന്നീട് നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അവിടെ നിങ്ങൾ പുതിയൊരു ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് യൂട്യൂബിന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ആഡ്സൻസ് അക്കൗണ്ടിനെയും യൂട്യൂബ് ക്ലോസ് ചെയ്ത് കളയും. നിങ്ങളുടെ മോണിറ്റൈസേഷനും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ തെറ്റുകൾ കൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് അവരുടെ ആഡ്സൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടുകയും അവർക്ക് അവരുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയ ചാനൽ ആണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ തെറ്റുകൾ ചെയ്യരുത്. ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്തിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇത് സംഭവിച്ചെന്ന് വരാം. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ ശരിയാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.